ക്രിസ്തുമസ് പുതുവത്സര സീസണിൽ കേരളത്തിൽ വിറ്റഴിച്ച മദ്യത്തിന്റെ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ വിറ്റത് 719.96 കോടിയുടെ മദ്യം. കഴിഞ്ഞ വർഷം 695 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. ഇന്നലെ മാത്രം 108 കോടി രൂപയുടെ മദ്യം വിറ്റു. ഇരവിപുരം ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഓരോ സീസണിലും മദ്യത്തിന്റെ കണക്ക്, വിൽപ്പന കണക്ക് പുറത്തു വരുമ്പോൾ ചാലക്കുടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇരവിപുരത്തേക്ക് മാറിയിരിക്കുകയാണ്. വിവരങ്ങൾ. തീർച്ചയായിട്ടും നീലിമ, എല്ലാ കൊല്ലവും തൃശ്ശൂർ ജില്ലയിലേക്കാണ് പോകുന്നത്. ഇത്തവണ കൊല്ലം ജില്ലയിലെ ഇരവിപുരം ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റിട്ടുള്ളത്. 92 കോടി രൂപയുടെ മദ്യം വിറ്റു. അത് കഴിഞ്ഞ 2 ദിവസത്തെ കണക്കാണ് പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ ക്രിസ്മസ് പുതുവത്സര സീസണിൽ കേരളത്തിൽ വിറ്റത്, അതായത് കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കെടുക്കുമ്പോൾ കേരളത്തിൽ 719.96 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. കഴിഞ്ഞ വർഷം ഇത് 695 കോടി രൂപയായിരുന്നു. ഇന്നലെ 108 കോടി രൂപയുടെ മദ്യവും വിറ്റു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ വർഷം 98 കോടി രൂപയുടെ മദ്യമാണ് ന്യൂ ഇയർ അതുപോലെ തന്നെ ക്രിസ്മസ് ദിനങ്ങളിലായിട്ട് വിറ്റത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തേക്കാളും സംസ്ഥാനത്തിന് മുൻകൈയിനം ബ്രാൻഡുകൾക്ക് 10 രൂപ ഉൾപ്പെടെ വർദ്ധിപ്പിച്ചൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന മദ്യത്തിലും വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. ആ വില വർധനവ് ഇത്തവണത്തെ ഈ അധിക വരുമാനത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് ബിവറേജസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ എന്തായാലും കൊല്ലം ജില്ലയിലെ ഇരവിപുരം ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത്. കൊച്ചി അതോടൊപ്പം തന്നെ തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങളിലും ഏറ്റവും കൂടുതൽ മദ്യം വിറ്റതായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. 800 കോടി രൂപയിലേക്ക് അടുക്കുകയാണ്. ഈ സമീപകാലത്തൊന്നും ഈ മദ്യവിൽപ്പന സീസൺ സമയത്ത് മദ്യവിൽപ്പന 700 കോടിക്ക് പുറത്തു പോയിട്ടില്ല. ഇത്തവണ അത് 719 കോടി രൂപയിലേക്ക് വന്നു നിൽക്കുന്നു. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.